എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച രാവിലത്തേതും വൈകുന്നേരത്തേതുമാണ് കേട്ടോ നമ്മൾ വീഡിയോ ആക്കി ഇട്ടേക്കണത്. ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് വേറെ നമ്മൾ ഉണ്ടാക്കിയതെന്ന് പറയുന്നത് മീൻ തലേദിവസത്തെ ഉണ്ടായി, പിന്നെ ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടി അത്രേ ഉള്ളൂ. അതുകൊണ്ടിട്ട് കൂടുതലായിട്ട് നമ്മൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ഉണ്ടാക്കിയേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയപ്പമാണ് കേട്ടോ. നല്ല പൂ പോലത്തെ വെള്ളയപ്പം വരുന്ന കേട്ടോ. അത് ഇത്തിരി മൂത്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങനെ പറ്റിയതാണ്. അപ്പോൾ അതിനുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടക്കറിയാണ് കേട്ടോ, പുഴുങ്ങിയിട്ട് ഉണ്ടാക്കണ മുട്ടക്കറി. അതിനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അതേമാതിരി തന്നെ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ നമ്മൾ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കും. ഇത്രയുമാണ് ചേർക്കണത് പൊടി ഐറ്റം. അതും ഒന്ന് പൊടിയിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളൊരു ചെറിയൊരു തക്കാളി, ചെറുതായിട്ട് ഇടുള്ളൂ, ഞാൻ വലുതായിട്ടിടില്ല, ചെറിയൊരു തക്കാളി ഇടുക. എന്നിട്ടൊന്ന് വെള്ളം തിളച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി വരുമ്പോൾ മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ തക്കാളി ഒന്ന് മൂത്തൊക്കെ വരും. അതായത് നല്ല വെന്ത് വരുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് നമ്മൾ തിളച്ചൊക്കെ വരുമല്ലോ, തിളച്ച് വരുമ്പോഴേക്കുമാണ് നമ്മൾ ഒരിത്തിരി തേങ്ങാരപ്പ്, അധികമൊന്നും ഇടില്ല കേട്ടോ, ഒരു സ്പൂണിൻ്റെ ഒരു എത്ര ചേർക്കുള്ളൂ നമ്മൾ, അധികം ചേർത്ത് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്തിരി തേങ്ങാരപ്പും കൂടി ചേർത്തിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അതായത് നമ്മൾ ചാറനുസരിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. കറിയുടെ കളറൊന്നും നോക്കണ്ട, ഇത് പേസ്റ്റ് മാത്രം നോക്കിയത് കേട്ടോ. അപ്പോൾ ആ മുട്ടയൊക്കെ പൊട്ടിപ്പോയ മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ എടുത്തില്ല എന്ന് പറഞ്ഞല്ലോ, വൈകുന്നേരം അപ്പോൾ ഒന്ന് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. അതായത് ഈ മാസം നമ്മളെങ്ങും പുറത്തോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ അതൊരു ചടങ്ങാണ് നമ്മുടെ. അതായത് ദൂരോട്ടൊന്നും പോണില്ല, പുറത്ത് പോയി ഒരു ഫുഡൊക്കെ കഴിക്കുക, അതൊക്കെ ഒരു വീട്ടിലിരുന്നിങ്ങനെ നമ്മൾ അങ്ങനെ മനസ്സ് ഒരു ഇതാവും, ഡിപ്രഷൻ മൂഡിലോട്ട് പോണേനേക്കാളും നല്ലത് ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരിയൊക്കെ ഒന്ന് പുറത്ത് പോകണമല്ലോ. അപ്പോൾ എങ്ങും പോകാനായിട്ട് ദൂരോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ വിചാരിച്ചൊന്ന് ആലുവ വരെയും പോകാം. അപ്പോൾ എനിക്കൊരു 2-3 ചുരിദാർ തയ്ക്കാൻ പറ്റിയ തുണി, അതായത് ഈ നൈറ്റിയുടെ പീസാണ് നമ്മൾ വാങ്ങിക്കണം, വീട്ടിലിടാനായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞിരിക്കണത് ഈ മര്യാദക്ക് ചുരിദാർ എടുത്തിട്ട് വീഡിയോ ഇട്ടോ എന്ന് പറഞ്ഞു. കാരണം എപ്പോഴും ഈ ഒരേ ഡ്രസ്സ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട്, വർക്കിംഗ് ഡ്രസ്സാണ് ഓക്കെ, എന്നാലും അത് മാറ്റൂന്ന് പറഞ്ഞുകൊണ്ട് നമ്മളന്ന് വിചാരിച്ചു സീമാസിൽ പോകാമെന്നാണ് കരുതിയത്, ആലുവയിൽ. പക്ഷെ എനിക്ക് അതത്ര ഓക്കെ ആയില്ല. കാരണം നൈറ്റി പീസുകൾക്കൊക്കെ കുറച്ച് നമുക്കൊരു അത്ര സെലക്ഷൻ ഉണ്ടായിരുന്നില്ല നൈറ്റി തുണികൾക്ക്. അല്ലാത്ത തുണികൾക്കുണ്ട്, കാരണം വീട്ടിലിടാനൊക്കെ നമ്മൾ നൈറ്റി തുണി വാങ്ങിച്ചിട്ട് ചുരിദാറാക്കി ഇടുകയാണ് നല്ലത്. അപ്പോൾ ഒരു കോട്ടനും ആയിരിക്കും, നമുക്കത്ര ഒരു നല്ല ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളപ്പോൾ ഇനി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് രാത്രി വരാമെന്ന് കണക്കാക്കിയാണ് ഈ നേരത്ത് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. കഴിഞ്ഞപ്പോഴേക്കും ഒരു 8-8:30 കഴിഞ്ഞു എന്ന് തോന്നണു. 8:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ആലുവ ജംഗ്ഷനിലാണ് കേട്ടോ. ഇഫ്താർ എന്ന് പറഞ്ഞിട്ടൊരു, അപ്പോൾ ഇവന് കുഴിമന്തി കഴിക്കണം എന്ന് പറഞ്ഞിട്ട്, എനിക്ക് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എനിക്കത്ര ഓക്കെ അല്ല കേട്ടോ. കാരണം എനിക്കെന്തോ അതിൻ്റെ പുകച്ചവ് എനിക്കിഷ്ടാവാറില്ല. ഞാനതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താ നമ്മൾ കയറിയത്, പക്ഷെ എനിക്കതങ്ങനെ ഓക്കെ ആവണില്ല. ഈ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റും ഇതും കൂടി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം. ഇതിൻ്റെ ആ ഒരു ചോറ് എനിക്കത്ര പിടിക്കാറില്ല.
അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു ബിരിയാണി എന്ന് പറഞ്ഞ് കിട്ടണ പോലെ അല്ലല്ലോ മന്തി കിട്ടണേ. അപ്പം അതുകൊണ്ടിട്ട് ഒരു ഹാഫ് മേടിക്കുമ്പോൾ 2 പേർക്ക് ഉണ്ടാവും. അപ്പം അത് കണക്കാക്കി എന്നാൽ പിന്നെ കഴിച്ചേക്കാമെന്ന് എഴുതി. 2 പ്രാവശ്യം കഴിച്ചിട്ടും എനിക്കത്ര ഇഷ്ടമായില്ല. അപ്പം ചേട്ടനിപ്പം കഴിക്കാനുള്ള ചേട്ടൻ രാത്രിയാണ് കഴിക്കുള്ളൂ. 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് കഴിക്കുള്ളൂ. അപ്പോൾ ഇപ്പം വേണ്ട, പൊറോട്ടയും ബീഫോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് പാഴ്സൽ വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു. ഞങ്ങൾക്ക് 2 പേർക്കും ഇതും കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇവൻ്റെ നിർബന്ധം കൊണ്ടിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് വാങ്ങിച്ചത്. അല്ലെങ്കിൽ എനിക്ക് അതിനോട് അത്ര ഇഷ്ടമൊന്നുമില്ല. ഒരു കണക്കിന് ഞാൻ കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് എപ്പോഴും ബിരിയാണീനോടാണ് കേട്ടോ താല്പര്യം. അതല്ലെങ്കിൽ നെയ്ച്ചോറ് ബീഫ് അങ്ങനെയുള്ളതിനോടൊക്കെയാണ് എനിക്ക് ഇഷ്ടം. അച്ചാറും ഇത്തിരി കച്ചമ്പറൊക്കെ കൂട്ടി കഴിക്കുന്നതൊക്കെ അടിപൊളി ടേസ്റ്റ് അല്ലേ. ഞങ്ങളിവിടെ കളമശ്ശേരിയിൽ എന്തെന്നാണ് അതിൻ്റെ പേര്, ചെമ്പെന്നാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു ബിരിയാണിയുടെ കടയുണ്ട്. അവിടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അവിടുത്തെ ചോറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചോറായാലും ചിക്കനായാലും ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പം ലുലുവിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ എടപ്പള്ളി വഴി വരുമ്പോൾ എപ്പോഴും അവിടെ കയറാറ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ കഴിച്ചിരുന്ന റെസ്റ്റോറൻറ്റ്. എന്തെന്ന് ഇഫ്താർ എന്നാണ് കേട്ടോ പേര്. പക്ഷെ സംഭവം നല്ലതായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് മന്തിനോട് ഇഷ്ടമല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.